ഭരണകൂടം എന്ന് പറയുന്നത്, ഗവൺമെന്റ് എന്ന് പറയുന്നത് ആ ഗവൺമെന്റ് ഉൾക്കൊള്ളുന്ന മുഴുവൻ ജനങ്ങൾക്കുള്ളതാണ്. അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ്. ആ ഗവൺമെന്റ് അതിൽ ഭരണകക്ഷി MLA-മാരുണ്ടാകും, പ്രതിപക്ഷ MLA-മാരുണ്ടാകും. ഭരണഘടനയിൽ പ്രതിപക്ഷ MLA-ക്ക് ഇന്ന പ്രിവിലേജ്, ഭരണകക്ഷി MLA-ക്ക് ഇന്ന പ്രിവിലേജ് എന്നൊരിക്കലും അനുശാസിക്കുന്നില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത 140 MLA-മാരുടെയും പ്രിവിലേജും കടമകളും ഉത്തരവാദിത്തങ്ങളും സാമൂഹ്യ ബോധവും ഒക്കെ ഭരണഘടനാ പ്രകാരം ഒന്നാണ്. അങ്ങനെയുള്ള ഒരു MLA എന്ന നിലക്ക് ജനങ്ങളോട് ഉത്തരം പറയേണ്ട ചില വിഷയങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് നാട് ഭരിക്കുന്ന ഗവൺമെന്റിനെ, അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ, ഈ ഗവൺമെന്റിനെ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തെ, ഇവരെയൊക്കെ വിവിധ ഘട്ടങ്ങളിലായി ഈ നാടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു പറഞ്ഞ വളരെ മോശപ്പെട്ട ചില പ്രവർത്തികൾ ഈ സമൂഹത്തോട് എനിക്ക് വിളിച്ചു പറയേണ്ടി വന്നത്. അപ്പോ ഭരണകക്ഷി MLA എങ്ങനെ ഇത് പറയുന്നു? ഇതാണ് ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്ന ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, രാജ്യത്തിന്റെ ഭരണഘടന ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ MLA-മാർക്കും നൽകിയിട്ടുള്ള ഉത്തരവാദിത്തമെന്ന ആ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഞാൻ നിർവഹിച്ചത്. ഗവൺമെന്റ് മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഇപ്പോഴും ഈ സമൂഹത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഒന്നാമതായി ഞാൻ ചൂണ്ടിക്കാണിച്ചത് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്തും ആ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിന്റെ ADGP അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും നേതൃത്വം നൽകിയ ആ കള്ളക്കടത്ത് സംഘത്തിന്റെ ഓരോ പ്രവൃത്തികളും പൊതുസമൂഹത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കി കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെന്റിന്റെ മുന്നിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുക. അതോടൊപ്പം നാട്ടിലെ ഏറ്റവും പ്രമാദമായ എടവണ്ണ വിധാൻ വധക്കേസും കഴിഞ്ഞ 13-14 മാസമായി കാണാത്ത കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് മാമിയുടെയും തിരോധനവും, ഈ 3-4 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഗവൺമെന്റിന് പരാതി കൊടുത്തത്. ആ പരാതി അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഒരു SIT രൂപീകരിച്ചു. അതോടൊപ്പം നമ്മുടെ തൃശ്ശൂർ പൂരവും